സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എക്കണോമിക്സ് ആണ്. കൂട്ടുകാരെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കേരള PSC പരീക്ഷകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏതൊരു പരീക്ഷയ്ക്കും ചുരുങ്ങിയത് 5 മാർക്കെങ്കിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്ററുകൾ, +1 +2 പാഠഭാഗങ്ങൾ, കൂടാതെ ഈ അടുത്ത കാലത്ത് നടന്ന PSCയിലെ പ്രധാനപ്പെട്ട PYQ ചോദ്യങ്ങൾ, അങ്ങനെ ഇത്തരം മേഖലയിൽ നിന്നെല്ലാം എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു 100 ചോദ്യങ്ങൾ, പാർട്ട് 1 ആണ് ഈ ക്ലാസ്. 100 മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങൾ എക്കണോമിക്സ് നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഏതെല്ലാം ഏരിയ നിങ്ങൾക്ക് വീക്കാണെന്ന് മനസ്സിലാവും. ഇനി എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്കൊരു ധാരണ കിട്ടും. എക്കണോമിക്സിനെ സംബന്ധിച്ച് പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥി നോക്കൂ, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ഈ ഒരു ക്ലാസ്സിന് ശേഷം തീരുമാനിക്കാം. നമ്മൾ SCERT ചാപ്റ്ററുകൾ എല്ലാം വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിന്റെ PDF നോട്ടും എല്ലാം ടെലഗ്രാം ചാനലിൽ കിട്ടും. അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. സ്ട്രൈക്കർ കോച്ചിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയൊരു ചാനലാണിത്, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LDC LGS പരീക്ഷകൾക്കൊക്കെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണോ, അമർത്യ സെൻ ആണോ, RC ദത്ത് ആണോ? കൂട്ടുകാരെ, RC ദത്ത് ആണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേ. ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് RC ദത്ത് ആണ്. എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ RC ദത്ത് ആണ്. ലോകസഭ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ലോക്സഭ നിലവിൽ വന്നതിന് ശേഷമാണ്. CD ദേശ്മുഖ് ആണ്. അപ്പൊ PC മഹലനോബിസിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്, അപ്പൊ നോക്കാം. മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ്, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 1909 കൂട്ടുകാരെ, കൃത്യമായിട്ട് പഠിച്ചേ. 1909 ഈ ഒരു പുസ്തകം പുറത്തിറങ്ങിയത്. ജയിൽ ജീവിത ചെലവ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ദാരിദ്ര്യരേഖ നിർണയിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ജയിൽ ജീവിത ചെലവ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ദാരിദ്ര്യരേഖ നിർണയിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? നമ്മുടെ ദാദാബായ് നവറോജിയാണ്. കൂട്ടുകാർ കൃത്യമായിട്ട് പഠിക്കണം. ദാദാബായ് നവറോജി ഒരുപാട് പ്രധാനപ്പെട്ട എക്കണോമിക്സിലെ സിദ്ധാന്തങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ജയിൽ ജീവിത ചെലവ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ദാരിദ്ര്യരേഖ നിർണയിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ദാദാബായ് നവറോജി. ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? JM കെയ്ൻസ് ആണ്. പഠിച്ചു വെക്കണം, JM കെയ്ൻസ് ആണ് കേട്ടോ. ഇംപീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് JM കെയ്ൻസ്. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ നോക്കൂ, B ശിവരാമൻ കമ്മീഷൻ ആണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. B ശിവരാമൻ കമ്മീഷൻ ആണ് നബാർഡ്, B ശിവരാമൻ കമ്മീഷൻ. സേവിങ്സ് ബാങ്കിംഗ് സംവിധാനം തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് കൂട്ടുകാരെ? സേവിങ്സ് ബാങ്കിംഗ് സംവിധാനം തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? പ്രസിഡൻസി ബാങ്ക് ആണ്. അപ്പൊ ഇന്ത്യയിൽ സേവിങ്സ് തുടങ്ങിയത് പ്രസിഡന്റിന്റെ കീഴിലല്ലേ? അങ്ങനെ ആലോചിച്ച് വെക്കുക. നമ്മുടെ പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ എങ്ങനെയാണെങ്കിലും ആ പ്രസിഡൻസി എന്നുള്ള പേര് നോക്കൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സേവിങ്സ് ബാങ്കിംഗ് സംവിധാനം തുടങ്ങിയത് പ്രസിഡൻസി ബാങ്ക് ആണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഭൂരിഭാഗം ആളുകളും തെറ്റിക്കും. 1956 മനസ്സിൽ വിചാരിച്ച എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. നോക്കൂ, ഉത്തരം 1972 ആണ്. കാരണം ചോദ്യം ശ്രദ്ധിച്ചു വായിക്കണം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, LICയെ കുറിച്ചല്ല, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെ കുറിച്ചല്ല ചോദിച്ചത്. LIC ആണെങ്കിൽ 1956 ആണ്. കൂട്ടുകാർക്കൊക്കെ അറിയാം. ഉൽപാദന യൂണിറ്റുകൾക്ക് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റുകൾ നൽകുന്നത്. നോക്കൂ, ഇതെല്ലാം SCERTക്കകത്ത് എടുത്താട്ടോ. നോക്കൂ, SCERTയിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗം 6ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിക്കാനുണ്ട്. നോക്കൂ, ഉൽപാദന യൂണിറ്റുകൾക്ക് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റുകൾ നൽകുന്നത് വിലയാണ്. കൃത്യമായി പഠിക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? നോക്കൂ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയാം, ആഡം സ്മിത്ത് ആണ്. ആരാണ്? ആഡം സ്മിത്ത് പഠിച്ചോളുക. ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട്
ഇന്ത്യയിൽ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉൾപ്പെടാത്ത ഏതാണ്? വായിച്ചു നോക്കിയോ നിങ്ങൾ? വീഡിയോ ഒന്ന് പോസ് ചെയ്തേ. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു, വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. എന്താണ് ഉത്തരം? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ഈ പറയുന്ന നിയോ ലിബറൽ നയങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ്? പുറത്ത് വിദേശ രാജ്യങ്ങൾക്കകത്ത് ഇങ്ങോട്ട് വരിക, ഇവിടെ അത്തരത്തിലുള്ള വിദേശ നിക്ഷേപം കൂട്ടുക, അതൊക്കെയാണ് ഉദ്ദേശം. മറിച്ച് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന കാര്യങ്ങളിൽ സർക്കാരിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക, അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ്. ലോക ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ലോക ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് യൂജിൻ മേയർ ആണ്. ഒരു മേയർ ആയിരുന്നു, ആലോചിച്ചോട്ടോ. യൂജിൻ മേയർ ആണ് ലോക ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. മക്കളെ, ലോക ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, കറണ്ട് പ്രസിഡന്റ് ആരാണ്? നിങ്ങൾ ഞാൻ കറണ്ട് അഫയേഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, കാരണം ഇന്ത്യൻ വംശജനാണ്. പേരൊന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് വിഭാഗത്തിൽ പെടുന്നു? നോക്കൂ, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അല്ലെ. കഴിഞ്ഞ LGS-നൊക്കെ ചോദിച്ചു. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം ഏതാണ്? ലോക വ്യാപാര സംഘടന ഇന്ത്യ അംഗമായത് 1995-ലാണ്. നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടാത്തത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഏതൊരു കുഞ്ഞുകുട്ടിക്കും ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികുതി ഇതിലേതേ ഉള്ളൂ? ആ പേര് തന്നെ വിനോദ നികുതി എന്നുണ്ട് അല്ലെ. അതുകൊണ്ട് സുഖമായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് വായിച്ചാൽ തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വ്യാപകമായി ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതും മറ്റൊരു ചോദ്യമാണ്. SCERT ബേസ്ഡൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പാഠഭാഗങ്ങളുണ്ട്. ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാപ്പ് ഒക്കെ കാണാം SCERT കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത്. അപ്പൊ നോക്കൂ, ഈ സംസ്ഥാനങ്ങൾ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ? കണ്ടുപിടിച്ചോ? ഞാൻ പറയട്ടെ ആൻസർ. നോക്കൂ, ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഒന്ന് ആസാം, ഛത്തീസ്ഗഡ്. അത് തീർച്ചയായിട്ടും വളരെ വ്യാപകമായിട്ട് ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളല്ല. ഈ വെസ്റ്റ് ബംഗാൾ, ലഡാക്ക്. വെസ്റ്റ് ബംഗാൾ നിങ്ങൾക്കറിയാം നെൽകൃഷി വലിയ വ്യാപകമായിട്ടുണ്ട്. അതുപോലെ ലഡാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ അതിന്റെ ഒരു ടെറൈൻ, ആ ഒരു ഭൂപ്രകൃതി വെച്ചിട്ട് അവിടെ എന്താണ് ഗോതമ്പ് കൃഷി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, അവിടെ കുറവായിരിക്കും. അപ്പൊ വെസ്റ്റ് ബംഗാൾ, ലഡാക്കും ആസാം, ഛത്തീസ്ഗഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ വെച്ചിട്ട് വ്യാപകമായി ഗോതമ്പ് കൃഷി ചെയ്യാത്ത സംസ്ഥാനങ്ങളിൽ പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം? നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തർപ്രദേശ് എഴുതാൻ സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ് അല്ല, ബീഹാർ ആണ്. എവിടെയാണ്? ബീഹാർ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചസാര വ്യവസായ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം. കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഏത് കാർഷിക കാലഘട്ടത്തിൽപ്പെട്ട വിളകളാണ്? കടുക്, പയറുവർഗ്ഗങ്ങൾ. നമ്മൾ റാബിത്താന്റെ കടുകിട്ട പയറ് കറി എന്ന കോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ നോക്കൂ, റാബിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതികളിൽ പെടാത്തത് ഏതാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യക്ഷ നികുതികളിൽ PYQ ആണ്. ഭൂനികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, വാഹനം. അപ്പൊ പ്രത്യക്ഷത്തിലാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് എക്സൈസ് നികുതി അല്ലേ ഇവിടെ? കോർപ്പറേറ്റും ഭൂനികുതി, വാഹന നികുതി നമ്മൾ നേരിട്ട് അടിക്കുന്നല്ലേ? യെസ്. പ്രാഥമിക മേഖലയിൽ പെടാത്ത ഏതാണ്? വൈദ്യുതി ഉണ്ട്, വനപരിപാലനമുണ്ട്, മത്സ്യബന്ധനമുണ്ട്, ഖനനമുണ്ട്. നമുക്ക് നേരിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം, വനം, മത്സ്യം, ഖനനം ഒക്കെ. എന്നാൽ വൈദ്യുതി എന്താണ്? പ്രാഥമിക മേഖലയിൽ പെടുന്നതല്ല. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക കാലങ്ങളിലെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പഴവർഗ്ഗങ്ങൾ മാർച്ച് മാസത്തിലാണ് വിളയിറക്കുന്നത്. പയറുവർഗ്ഗങ്ങൾ മാർച്ച് മാസത്തിലാണ് വിളവെടുക്കുന്നത്. ചോളം ഒരു ഖാരിഫ് വിളയാണ്. കടുക് ഒരു ഖാരിഫ് വിളയാണ്. തൊട്ട് മുമ്പിലത്തെ ചോദ്യം ഓർമ്മയുള്ളവർക്ക് കിട്ടും. ഫസ്റ്റ് തന്നെ എന്താണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പൊ ശരിയായ തിരഞ്ഞെടുക്കണം. ഇവിടെ 4 ഉള്ളത് പറ്റില്ല. പിന്നെ 1, 2, 3 പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുക? നോക്കിയ നിങ്ങൾ ഈ 1, 2, 3 കാരണം പഴവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം മാർച്ച് മാസത്തിലാണ് വിളയിറക്കുന്നത് അല്ലെ, പഴവർഗ്ഗങ്ങൾ. എന്നാൽ പയറുവർഗ്ഗങ്ങൾ മാർച്ച് മാസത്തിലാണ് വിളവെടുക്കുന്നത്. ഓക്കെ. അപ്പോ ഈ പറയുന്ന വേനൽക്കാലത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം. എന്നാൽ ചോളം ഒരു ഖാരിഫ് വിളയാണോ? ചോളം ഒരു ഖാരിഫ് വിളയാണ്. അപ്പൊ ശരിയായ പ്രസ്താവന 1, 2, 3. തെറ്റായ ജോഡി നോക്കൂ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കലാണ്. ശരിയാണല്ലോ, ശരിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കളിൽ 3-1 സ്ത്രീ ആയിരിക്കണം. ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി നോക്കൂ. അന്ത്യോദയ അന്ന യോജന മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കിട്ടില്ല. അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ SCERT-യിൽ ഒരു ബോക്സ് ആക്കി ഇങ്ങനെ ചുറ്റും ഒരു പദസൂര്യൻ പോലെ ഇങ്ങനെ കണ്ടിരുന്നോ നിങ്ങൾ? ഓരോരോ പട്ടികയിൽ സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന, തൊഴിലുറപ്പ് നയം, അന്ത്യോദയ അന്ന യോജന എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംയോജിത ശിശു വികസന പദ്ധതി ഒക്കെ ഉണ്ടല്ലേ. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് 35 കിലോ അരിയാണ് അന്ത്യോദയ. അപ്പൊ അവിടെ 10 കിലോ കൊടുത്തു. തെറ്റാണ്. അപ്പൊ ഇവിടെ തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളിൽ പെടാത്തത് ഏതാണ്? ഇരുമ്പയിര് ഖനന മേഖല. ഇതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത ഏറെയുണ്ട്. കാരണം
നമ്മൾ ബൊക്കാറോ അല്ലെങ്കിൽ ഈ പറയുന്ന റോജ് ബിച്ചറ എന്നുള്ള കോഡൊക്കെ പഠിച്ചു പോകില്ലേ? എന്താണ് റൂർക്കേല, അതുപോലെ തന്നെ ബിലായി, ബൊക്കാറോ, ഇതൊക്കെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. ചോദ്യം ഇരുമ്പയിര് ഖനന മേഖലകളാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം ബൊക്കാറോയിൽ ഇരുമ്പയിര് മേഖലയല്ല, അല്ലെങ്കിൽ ഖനന മേഖലയല്ല. തെറ്റായ ജോഡി ഏതാണ്? കുരുമുളക് സുഗന്ധ വിളയാണ്, റബ്ബർ നാണ്യ വിളയാണ്, കാപ്പി ഭക്ഷ്യ വിളയാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയോ? തെറ്റായത് 3ഉം 4ഉമാണ്. കാരണം കാപ്പി ഒരു ഭക്ഷ്യ വിളയല്ല, നമുക്കറിയാം. കുരുമുളകും ഒരു ഭക്ഷ്യ വിളയല്ല. ബാക്കിയെല്ലാം ശരിയാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില SCERT നോക്കൂ. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ആ ചാപ്റ്റർ ഉറപ്പായിട്ടും ചോദിക്കും, എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാണ് മക്കളെ? 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്, നമ്മളിപ്പോ പഠിച്ചത് ഇരുമ്പയിര് ഖനന മേഖലയാണെങ്കിൽ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോയാണ്. ബൊക്കാറോ ഏറ്റവും വലുത്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? നല്ല ചോദ്യമാണ്, PYQ ആണ്. ആസാം. ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ 1959 സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല എല്ലാവർക്കും അറിയാം അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു റോജ് ബിച്ചറ, റൂർക്കേല, ഒഡീഷ, ജർമ്മനി അല്ലെ? റൂർക്കേല. താഴെ കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് ഏതാണെന്ന് കണ്ടുപിടിക്കണേ. സമ്പദ് വ്യവസ്ഥയോ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് അല്ലെ, ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്, സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് ആയിരിക്കും അല്ലെ? എന്നാൽ ദേശീയ വരുമാനം കണക്കാക്കൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കി കഴിഞ്ഞാൽ ഉൽപാദനം, വിതരണം, ഉപഭോഗം, ഈ 3 പ്രധാനപ്പെട്ട അല്ലെ തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അതിന്റെ പോരായ്മകളും ഗുണമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ മേഖലയുടെ സംഭാവന മനസ്സിലാവും ദേശീയ വരുമാനം കണക്കാക്കി കഴിഞ്ഞാൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതാണ്? ശിശു മരണനിരക്ക് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളിൽ പെട്ടതല്ല. 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് ഇന്നത്തെ ഈ ഒരു പരീക്ഷയിൽ ഇത്തരം SCERT ചോദ്യങ്ങളെല്ലാം കിട്ടും. കൃത്യമായിട്ട് SCERT പഠിക്കാൻ തന്നെ വേണം കേട്ടോ. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആരുടേതാണ്? വീണ്ടും SCERT ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ആൽഫ്രഡ് മാർഷലിന്റെ ബുക്കാണ്. കൂട്ടുകാരെ പഠിച്ചു വെച്ചോ. ആൽഫ്രഡ് മാർഷലിന്റെ ബുക്കാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ഇന്ത്യയിൽ പ്രത്യക്ഷ പരോക്ഷ നികുതിയെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതിയെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? വിജയ് ഗേൽക്കർ കമ്മിറ്റിയാണ്. പ്രത്യക്ഷവും പരോക്ഷവും വിജയ് ഗേൽക്കർ പഠിച്ചോളൂ. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, എല്ലാം SCERT കേട്ടോ. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചായത്ത് ഈടാക്കുന്ന നികുതി ഏതാണ്? ഭൂനികുതിയാണോ, ആദായ നികുതിയാണോ, കോർപ്പറേറ്റ് നികുതിയാണോ, വസ്തുനികുതിയാണോ? വസ്തുനികുതിയാണ് പഞ്ചായത്ത് ഈടാക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് പിരിക്കുന്ന നികുതി ഏതാണ്? വസ്തുനികുതിയാണ് അല്ലെ? ഭൂനികുതി നമ്മൾ വില്ലേജ് ഓഫീസറെ കൊണ്ട് അടയ്ക്കാറ്. യെസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഫ്രാൻസ് ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ഖത്തർ ഉണ്ട്. സ്വാഭാവികമായിട്ട് നീ കിട്ടും ബ്രസീലാണ്. നോക്കൂ അടുത്ത ചോദ്യം കൂട്ടുകാരെ. ഉൽപാദന ഘടകമായ മൂലധനവുമായി ബന്ധപ്പെട്ട യോജിച്ച പ്രസ്താവനകൾ ഏത്? മൂലധനം ചലനാത്മകമല്ല എന്ന് പറയുന്നുണ്ട്. മൂലധനം ചലനാത്മകമാണല്ലോ. ഞാൻ ഈ പ്രസ്താവനകളൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തേ, ഞാൻ ആൻസർ പറയട്ടെ. ഇതുമായി യോജിച്ച പ്രസ്താവന ഇതിനകത്തുള്ളത് നിങ്ങൾക്കറിയാം, പ്രതിഫലമല്ല. ഈ പറയുന്ന ലാഭമല്ല അതിന്റെ പ്രതിഫലം. അങ്ങനെയാണെങ്കിൽ മൂലധനം മറ്റു ഉൽപാദന ഘടകങ്ങളെ സഹായിക്കുന്നു, ശരിയാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതും ശരിയാണ്. മൂലധനം പ്രദാനം ചെയ്യുന്ന ഉൽപാദന യൂണിറ്റുകളാണ്, ആണോ? അല്ല. മൂലധനം കൊടുക്കേണ്ടത് ആ ഉൽപാദന യൂണിറ്റ് അല്ലല്ലോ, ഗാർഹിക യൂണിറ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ്. 2ഉം 4ആണ്. നിങ്ങൾക്ക് ഇതൊരു പക്ഷേ കിട്ടുന്നില്ല എന്ന് തോന്നുക. നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്നു, ഉറക്കം വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇത് നന്നായിട്ട് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചാനലില് എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഉൽപാദന ഘടകം, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്, ഗാർഹിക യൂണിറ്റും ഉൽപാദന യൂണിറ്റും തമ്മിലുള്ള ആ ഒരു ചാക്രിക ക്രമം, ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറയുന്നത്. ബോറടിക്കില്ല, ഉറക്കം വരില്ല. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയില് GST കൗൺസിൽ നിലവിൽ വന്നത് എന്നാണ്? GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് GST കൗൺസിൽ നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഒന്ന് പോസ് ചെയ്തേ, ഒന്ന് നോക്കിക്കേ.
എന്താണ് തെറ്റായ പ്രസ്താവന? ഇവിടെ ഓപ്ഷൻ എ. നിങ്ങൾക്കറിയാം ഈ പ്രചലിത നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഡൗട്ട് ആയിരിക്കും. പ്രചലിത നിക്ഷേപം എന്ന് വെച്ചാൽ സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ATM കൗണ്ടറിലൊക്കെ പോയിട്ട് ഒരുപക്ഷെ ഡെയിലി നിങ്ങൾ ചെയ്യലുണ്ടെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും അറിയില്ല എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് എന്ന്, അല്ലെ? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ ഏറ്റവും യോജിച്ച രീതിയാണോ പ്രചലിത നിക്ഷേപം? അല്ല. അപ്പൊ അത് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ വ്യവസായികൾ അല്ലെങ്കിൽ എന്താ പറയുക വ്യാപാരികൾ അവരൊക്കെ ഡെയിലി യൂസിന് അല്ലെ ഉപയോഗിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാറ്റാനും എടുക്കാനൊക്കെ ഉള്ളതാണ് ഈ പ്രചലിത നിക്ഷേപം. ഇതൊക്കെ CRTയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ, അത് പഠിക്കണേ. ബാക്കി നിങ്ങൾ വായിച്ച് ഞാൻ മനസ്സിലാവും. സമ്പാദ്യ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുന്നത്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം. സ്ഥിര നിക്ഷേപങ്ങൾക്ക് കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ. ഇന്ത്യൻ പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്ന വർഷം. വൈസ്രോയിമാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ എടുത്തിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ചില ക്ലാസ് ആയിരിക്കും വ്യൂസ് കൂടുതൽ കിട്ടുക, നിങ്ങൾ കാണുക. എന്നാലും നിങ്ങൾക്ക് ഹിസ്റ്ററിയിലെ ക്ലാസ്സുകളൊക്കെ വളരെ ഓർഡറിൽ കൃത്യമായിട്ട് മുഴുവൻ ക്ലാസ്സുകളും LGS പോലുള്ള പരീക്ഷയിൽ ഏതെങ്കിലും കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട എക്സാം വരാൻ പോകുന്നുണ്ട് അടുത്ത 2-3 മാസം കൊണ്ട്, നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പരമാവധി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണാൻ ശ്രമിക്കണം. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകളും കാണുക. അതിന്റെ എല്ലാം PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. പറയാൻ കാരണം പേപ്പർ കറൻസി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിരുന്നു. ഇപ്പൊ പേപ്പർ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏത് വർഷമാണ് വരുന്നത്? 1861 ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ്? എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത് D. ഉദയകുമാറാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? കേരളത്തിലെ നഗര ജനസംഖ്യ 47.72%. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത്, വളരെ സന്തോഷമായിട്ട് ഈ ഒരു സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാൻകാരൻ അല്ലെ? ഭൂട്ടാൻ ലോട്ടറി ഒക്കെ അടിച്ച് നമുക്ക് സന്തോഷം എന്ന് ആലോചിക്കാം. ഭൂട്ടാൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി നോക്കൂ. സംഭരണം തൃതീയ മേഖല, ഖനനം പ്രാഥമിക മേഖല, വൈദ്യുതി ദ്വിതീയ മേഖല, വ്യാപാരം ദ്വിതീയ മേഖല. അവിടെ ഒരു പ്രശ്നമുണ്ട്. വ്യാപാരം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വ്യവസായം വ്യാപാരം നമ്മളോട് ചിലരോടെങ്കിലും മാറിപ്പോകും. നോക്കൂ, വ്യാപാരികൾ നിങ്ങളുടെ നാട്ടിനകത്ത് ഇപ്പൊ കച്ചവടം ചെയ്യുന്ന ആളുകള് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവിടുന്ന് അല്ലെ, നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നുള്ള സേവന മേഖല ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ സമാനമായിട്ട് അവർ അവിടുന്ന് വാങ്ങിക്കൊണ്ടിട്ട് അവരവിടെ സെല്ല് ചെയ്യാണ്. വ്യാപാരികളാണ് അല്ലെ? വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വെച്ച് നിങ്ങൾ ഇങ്ങനെ പഠിക്കരുത്. ഇത് ദ്വിതീയ മേഖലയില് അല്ല വരിക, തൃതീയ മേഖലയിലാണ് വ്യാപാരം വരിക. മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാ. 7ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് ഒരു 3 ബോക്സ് ഉണ്ട്. അത് 3ഉം കൃത്യമായിട്ട് തന്നെ പഠിക്കണം. നമ്മൾ എടുത്തിട്ടുണ്ട് ക്ലാസ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളിൽ പെടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ചാപ്റ്റർ വൃത്തിക്ക് രസമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക് മാനവ വികസന സൂചികയിൽ ട്ടോ. ശ്രദ്ധിക്കണം, മാനവ സന്തോഷ സൂചിക, മാനവ വികസന സൂചിക, ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2010 ജൂലൈ 15-നാണ്. 46ാമത് ചോദ്യം നോക്കൂ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതാരാണ്? നേരത്തെ നമ്മൾ സെയിം ചോദ്യം ചോദിച്ചു അല്ലെ? അപ്പൊ അത് വ്യത്യാസമുണ്ട്. ആള് സ്വതന്ത്ര ഇന്ത്യയിലാണ്. നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാദാഭായ് നവറോജി ആണെങ്കിൽ ദേശീയ വരുമാനം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കണക്കാക്കുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യയിൽ ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാസിക്കിലാണോ, ഹോഷംഗാബാദിലാണോ, ദേവാസിലാണോ? ഡൗട്ട് വരുന്ന സാധനമാണ്. ബാങ്ക് നോട്ട് പ്രസ്, ബാങ്ക് ഉള്ളത് ദേവാസ്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ആദ്യമായി കണക്കാക്കി തുടങ്ങിയ വർഷം കൃത്യമായിട്ട് പഠിക്കുന്ന CRTയിലുള്ളതാണ്. 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ആദ്യമായി കണക്കാക്കി തുടങ്ങിയത്. ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രധാനപ്പെട്ട 3 രീതികളിൽ പെടാത്തത് ഏതാണ്? ദേശീയ വരുമാനം 9ാം ക്ലാസ് ചാപ്റ്റർ അല്ലേ? അപ്പൊ അവിടെ പറയുന്നുണ്ട് 3 രീതികൾ. ഏതൊക്കെയാണ്? ചിലവ് രീതി, ഉൽപാദന രീതി, വരുമാന രീതി. ഇതിലൊന്നും പെടാതാണ് ഉപഭോഗ രീതി അല്ലെ? ഉൽപാദന ഘടകമായ മൂലധനത്തിനുള്ള പ്രതിഫലം, നേരത്തെ ഞാൻ അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. മൂലധനത്തിലുള്ള പ്രതിഫലം നേരത്തെ കുറിച്ചിരുന്നു. അവിടെ എന്ത് ലാഭം എന്നില്ലേ? മൂലധനത്തിന്റെ പ്രതിഫലം പലിശയാണ്. 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വീണ്ടും CRT, ഇതൊക്കെ CRT ചോദ്യങ്ങളാണ്. എന്താണ്? മെഗാ നഗരങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയങ്ങൾ മെഗാ നഗരങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതികളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച ജോൺ മത്തായി കമ്മീഷൻ ഏത് വർഷമാണ് നിലവിൽ വന്നത്? സ്വതന്ത്ര ഇന്ത്യയില് നികുതികളെ കുറിച്ച് പഠിക്കാൻ ജോൺ മത്തായി കമ്മീഷൻ വരുന്നു 1954. ഒന്ന് പഠിച്ചു വെച്ച വർഷം 1954. അടുത്ത ക്വസ്റ്റ്യൻ, ഇരട്ട GST ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? നോക്കൂ, ഇരട്ട GST ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം കാനഡയാണ്. സൂചിക 2023-24 കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആണ്. മാനവ വികസന സൂചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം 134 സ്ഥാനമാണ് വരുന്നത് അല്ലെ? 134 സ്ഥാനമാണ് പ്രധാനപ്പെട്ടതാണ്.
ഇരട്ട GST മാതൃക നിലവിലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. നേരത്തെ ചോദിച്ചു ആദ്യമായിട്ട് ഇരട്ട GST നടപ്പിലാക്കിയത് കാനഡയാണെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് കാനഡ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ബ്രസീൽ വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, എന്നാൽ ഡെൻമാർക്ക് വരുന്നില്ല. കൃത്യമായിട്ട് പഠിക്കണം. +1 +2 പാഠഭാഗങ്ങൾ അരിച്ചുപെറുക്കി പഠിച്ചവർക്ക് ഇത്തരം മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾക്കുള്ള മാർക്ക് കിട്ടും. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക നേരത്തെ പറഞ്ഞു 1979 തുടങ്ങിയത്. അത് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാത്ത മാർഗം ഇതിനകത്ത് ദേശീയ വരുമാനം. വളരെ സിമ്പിൾ ചോദ്യമാണ്. കാരണം ആ ഓപ്ഷൻ നോക്കിയാൽ അടിസ്ഥാന സാക്ഷരതയും പ്രതിശിക്ഷ ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദേശീയ വരുമാനം അതിനകത്ത് വരുന്നില്ല. കേന്ദ്ര സംസ്ഥാന GST ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? 269A ആണ്. 269A. ഈ 260ലാണ് ആ ഒരു ആർട്ടിക്കിളുകൾക്കിടയിലാണ് പലതും കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള ബന്ധം വരുന്നില്ല. 266, 62 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ 269ലാണ് GST കുറിച്ച് വരുന്നത്. കേന്ദ്ര സംസ്ഥാന GST 269A. 2024 വീണ്ടും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ്. മാനവ സന്തോഷ സൂചിക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം എവിടെയാണ്? കുറച്ചു കാലമായിട്ട് ഫിൻലാൻഡ് തന്നെയാണ്. എന്നാൽ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് മാനവ സന്തോഷ സൂചിക നോക്കണേ, ഇന്ത്യ. ഞാൻ എല്ലാ കണക്ടിംഗ് ഫാക്റ്റും പറയുന്നില്ല, പക്ഷേ കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. നേരത്തെ 134 പറഞ്ഞുകൊണ്ട് ഡൗട്ട് വരും. നോക്കൂ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ ഈ പറയുന്ന HDI 134 ആണെങ്കിൽ മാനവ സന്തോഷ സൂചിക 126 ആണ്. എല്ലാത്തിനും നമ്മൾ വളരെ പിറകിലാണ്, പേടിക്കണ്ട. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഇത് ഒന്ന് വായിച്ചു നോക്കിയേ, വീഡിയോ പോസ് ചെയ്തിട്ട്. നീതി ആയോഗിനെ കുറിച്ച് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ. അപ്പൊ ഇത് സാധാരണഗതിയിൽ LGS ഉള്ള പരീക്ഷയെ പ്രതീക്ഷിക്കാം. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലിൽ നേടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. അതൊക്കെ ഏകദേശം നമുക്ക് ശരിയാൻ തോന്നും. വ്യാവസായിക സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അപ്പൊ അത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ സേവന മേഖലകളിൽ അതൊരു നീതി ആയോഗിന്റെ ലക്ഷ്യമാണോ? ഒരിക്കലും അല്ല. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, അതൊക്കെയാണ്. അപ്പൊ ഈ പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാവസായിക സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ്. ഗുണ്ണാർ മിർദാൽ മുന്നോട്ട് വെച്ച റോളിംഗ് പ്ലാൻ എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാം, റോളിംഗ് പ്ലാൻ പഞ്ചവത്സ പദ്ധതിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും എത്ര രീതിയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതിൽ പെടാത്തത് വരെ പഠിച്ചു. 3 രീതിയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന ഏത് വ്യക്തിയാണ് ടാക്സേഷൻ എൻക്വയറി കമ്മീഷനിൽ അംഗമായിരുന്നത്? ഇന്ത്യയുടെ ആദ്യ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന ഏത് വ്യക്തിയാണ് ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ അംഗമായിരുന്നത്? KRK മേനോൻ അല്ലെ? KRK മേനോൻ. അപ്പൊ ഇത് ഒരു പക്ഷേ നല്ലൊരു GK ആണ്, റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം, അറിയാത്തവർ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന ഏത് വ്യക്തിയാണ് ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ അംഗമായിരുന്നത്? KRK മേനോൻ. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം SCRT-ലുണ്ട് 2013. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സ പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. കൃത്യമായിട്ട് പഠിക്കുക, ഗുൽസാരിലാൽ നന്ദയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? കേരള മോഡൽ വികസന പദ്ധതി 10ാമത്താണ് കേരള മോഡൽ. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവായി അറിയപ്പെടുന്ന ആരാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിനെ കുറിച്ച് 2-3 ചോദ്യം ചോദിച്ചു അല്ലെ? ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക, എല്ലാവർക്കും അറിയാം, നരസിംഹറാവു ആണ്. അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയം മുന്നോട്ട് വെച്ച ചിന്തകൻ അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു കാട്ടിനകത്ത് വിഭവങ്ങൾ കുറവാണെങ്കിൽ സിംഹം പിടിക്കുന്നൊക്കെ അല്ലെ? ലയണൽ റോബിൻസ്. ഇതെല്ലാം കൃത്യമായിട്ട് 9ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പാഠഭാഗത്ത് പഠിക്കാറുണ്ട്. സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചില്ലേ? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നോക്കൂ, വായിച്ചു നോക്കണേ, വായിച്ചു നോക്കിയോ? ഞാൻ പറയട്ടെ ആൻസർ. ഇന്ത്യയിലെ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഒഴിവാക്കുന്നു. അപ്പൊ നമ്മൾ GDP കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ 9ാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ GDP കൃത്യമായിട്ട് വിശദമായിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്താണ് GNP, എന്താണ് GDP, എന്താണ് NNP എന്നൊക്കെ കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ ടോപ്പിക് സെറ്റ് ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പണപ്പെരുപ്പം തുടങ്ങിയ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുക. GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം, രസകരമായ ഒരു ചോദ്യമാണ്. GST നമ്പറിലെ ടോട്ടൽ അക്കങ്ങളുടെ നമ്പർ 15 ആണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാവർക്കും അറിയാം, 5ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ ക്ഷീര ദിനം എന്നാണ് നവംബർ 26. അടുത്ത ചോദ്യം നോക്കൂ, ശാസ്ത്രയുക്തം നേടുക സ്ഥിരതയോട് കൂടിയ വളർച്ച. എഴുതി നിങ്ങൾ നോക്കണ്ട, അങ്ങനെയാണ് വായിക്കട്ടോ, ടൈപ്പിംഗ് വിഷയമാണ്. അപ്പൊ ശാസ്ത്രയുക്തം നേടുക സ്ഥിരതയോട് കൂടിയ വളർച്ച കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പൊ ചോദ്യത്തിനകത്തേക്ക് നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണെ ഓപ്പറേഷൻ ഫ്ലഡ് ഏത്
പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നത്, പഠിച്ചു വെച്ചാൽ മതി. 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ചോദിച്ചു നോക്കൂ, കാൾ മാർക്സിന്റെ മൂലധനം എന്ന കൃതി ഏത് വർഷമാണ് പുറത്തിറങ്ങിയത്? നോട്ട് ചെയ്ത് വെച്ചോളുക, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ചോദിച്ചാൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാർക്സിന്റെ മൂലധനം എന്ന കൃതി പുറത്തിറങ്ങിയത് 1867 സമാന ചോദ്യങ്ങളൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാൾ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയത് നമ്മുടെ ഇന്ത്യയിൽ ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷമാണ്. തൊട്ട് മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ വൈസ്രോയിമാരെ പഠിപ്പിച്ചപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദത്തവകാശ നിരോധന നിയമം വന്നത് ഏത് വർഷമാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, ഇതിനകത്തുണ്ട് അല്ലേ? ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ബാങ്ക് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആണ്. ആദ്യത്തെ പ്രഥമം. 5ാം ഉൽപാദക ഘടകമായി കണക്കാക്കുന്ന സംവിധാനം ഏതാണ്? 5ാം ഉൽപാദന ഘടകം നോക്കൂ, ബാങ്കിംഗ് ആണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 1ആണോ 2ആണോ എന്നായിരിക്കും ഡൗട്ട്. 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ചോദന നിയമം അവതരിപ്പിച്ചത് ആരാണ്? ചോദന നിയമം നോക്കൂ, ആൽഫ്രഡ് മാർഷൽ ആണ് ചോദന നിയമം. നികുതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? നികുതിയെ കുറിച്ച് ആർട്ടിക്കിൾ 265 ആണ്. സ്പീഡ് കൂടി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്ലോ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM സ്ഥാപിച്ച ബാങ്ക്, ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ATM സ്ഥാപിച്ചത് ആക്സിസ് ബാങ്ക് ആണ്. അവിടേക്ക് അങ്ങോട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ആലോചിക്കട്ടോ. ആക്സിസ് ബാങ്ക്. ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈനയാണ്. ഏഷ്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി അല്ലെ, ഈ പറയുന്ന വാറ്റ് ഏർപ്പെടുത്തിയ രാജ്യം ദക്ഷിണ കൊറിയയാണ് ഏഷ്യയില്. GS പട്ടേൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? GS പട്ടേൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെബി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണ്? കൃത്യമായിട്ട് പഠിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 RBI ദേശസാൽക്കരിച്ചത്. ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ച അവസാനത്തെ ഭാഷ ഏതാണ്? 17 ഭാഷകളുണ്ട്, അതിനകത്ത് അവസാനം ഉറുദുവാണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? SCERT-യിൽ ഈ പറയുന്ന 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ എക്കണോമിക്സ് പാഠഭാഗത്ത് പറയുന്നുണ്ട് ജനസാന്ദ്രതയെ കുറിച്ചൊക്കെ. ജനസംഖ്യ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 382 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത. റിസർവ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ്? ബെനഗൽ രാമറാവു ആണ്. RBIയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്ന വ്യക്തി ബെനഗൽ രാമറാവു ആണ്. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം എല്ലാവർക്കും അറിയാം, കേരളമാണ്. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിവസം, വീണ്ടും SCERT-യിലെ ഫാക്ട് ആണ്. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിവസം 1987 ജൂലൈ 11. അതുകൊണ്ടാണ് ഈ ജൂലൈ 11 നമ്മൾ ആഘോഷിക്കുന്നില്ലേ വർഷാവർഷം. 1987 ജൂലൈ 11. 2003 നെടുങ്ങാടി ബാങ്ക് ഏതു ബാങ്കുമായാണ് ലയിച്ചത്? നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയുടെ. അത് പിന്നീട് PNB-യിൽ ലയിക്കുന്നുണ്ട്. റോളിംഗ് പ്ലാനിന്റെ കാലഘട്ടം ഏതാണ്? റോളിംഗ് പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ക്വസ്റ്റ്യൻ 1978-80 കാലഘട്ടമാണ്. പ്ലാൻ ഹോളിഡേ മാറിപ്പോണ്ട, അത് 66-ലാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ 78-ലാണ് റോളിംഗ് പ്ലാൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ, ഇത് ചോദ്യമൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം. ഒരു പക്ഷേ അവിടെ ഉപാധ്യക്ഷന്മാരെ കൊടുത്തിട്ട് സുമൻ ബെറിന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോദ്യം വായിക്കണം. ആദ്യത്താണ് നിലവിൽ സുമൻ ബെറിയാണ് ഉപാധ്യക്ഷൻ. അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. CEO BVR സുബ്രഹ്മണ്യമാണ്. നോക്കൂ, അരവിന്ദ് പനഗിരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഞാൻ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഈ നിലവിൽ ഇപ്പോൾ ഉള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ പിന്നീട് എപ്പോഴും കാണുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. നോക്കൂ, എക്കണോമിക്സിൽ പ്രധാനപ്പെട്ട വ്യക്തിയായ PC മഹലോബിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ് ചോദിക്കും. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ്? ജൂൺ 29. ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? നമ്മൾ നേരത്തെ ചോദിച്ചു. വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്, പദ്ധതി ആസൂത്രണങ്ങൾക്ക് സർക്കാരിനെ സഹായിക്കുന്നതിന്, രാജ്യത്തെ ജനസംഖ്യ കണക്കാക്കുന്നതിന്. അവിടെ തന്നെ ഫോൾട്ട് ഉണ്ട്. ദേശീയ വരുമാനം കണക്കാക്കിയിട്ട് ജനസംഖ്യ കണക്കാക്കാൻ പറ്റും? ഇല്ല. റെയിൽവേ പാളങ്ങളിലെ ബ്രോഡ് ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? റെയിൽവേ പാളങ്ങളിലെ ബ്രോഡ് ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 1.676 മീറ്റർ ആണ്. SCERT-ക്കകത്ത് പട്ടികയുണ്ട് പഠിക്കാൻ. റെയിൽവേ പാളങ്ങളിലെ ബ്രോഡ് ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൃത്യമായിട്ട് പഠിക്കണം. 11ാമത് പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി സ്ഥാപിച്ച ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായി സ്ഥാപിച്ച ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ്. അപ്പൊ വളരെ വേഗത്തിലാണെങ്കിൽ ഞാൻ 100 ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. നിങ്ങൾ ഇത്തരത്തിൽ MCQ ഒക്കെ ഒരുപാട് ചെയ്തു നോക്കണം. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്കണോമിക്സ് പഠിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കാര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ SCERT-യും PYQയും അതുപോലെ നിങ്ങളുടെ റാങ്ക് ഫയൽ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. എക്കണോമിക്സ് നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ഇനിയും എക്കണോമിക്സിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.